നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഈ സിസ്റ്റം തുടങ്ങേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷനെ കുറിച്ചേ നമുക്ക് പറയാനുള്ളൂ. ശരിക്കും ഈ ജീവിതം ഒരു എഡ്യൂക്കേഷനാണ്. നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണതയെ മാനിഫെസ്റ്റ് ചെയ്യുക. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് വിത്തിൻ മാൻ എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട് നമ്മുടെ ഉള്ളിൽ, സീഡ് ഫോമിൽ. അത് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സീഡ് ഫോമിലുള്ള ഈ പൊട്ടൻഷ്യലിനെ പൂർണ്ണതയിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ മാനിഫെസ്റ്റേഷൻ? നമുക്ക് സങ്കല്പിച്ച് നോക്കാം. എന്തായിരിക്കും ആ മാനിഫെസ്റ്റേഷൻ? പൂർണ്ണമായിട്ടുള്ള പെർഫെക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിരിക്കും. എല്ലാ തലങ്ങളിലും ഒരേപോലെയുള്ള ആ ഋതം അത് നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. നമുക്ക് സങ്കല്പിക്കാം. അപ്പം അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ സാധ്യമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഫൈനൈറ്റ് ആയിട്ടുള്ള ഈ ശരീരങ്ങളിലൂടെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ആ പൊട്ടൻഷ്യലിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു അസാധ്യമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐഡിയയിൽ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ എസ് രാധാകൃഷ്ണൻ ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ് എന്നുള്ള പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഐഡിയലുണ്ട്. നമ്മളതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പേര് വിളിക്കുന്നില്ല, പെർഫെക്ഷൻ എന്ന് പറയാം.
പെർഫെക്റ്റിബിലിറ്റി ഓഫ് മാൻ എന്നുള്ളൊരു പുസ്തകമാണ്. നമ്മൾ പെർഫെക്റ്റബിൾ ആണ്, പക്ഷെ പെർഫെക്റ്റ് ആവാൻ പറ്റില്ല എന്നാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മൾ ഈശ്വരൻ, ഗോഡ് എന്ന് വിളിക്കുന്നു. ചില ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ ആ പേര് പറയേണ്ടെന്ന് മാത്രമേ, പക്ഷെ അങ്ങനെ ഐഡിയൽ മനസ്സിലുണ്ട്. അങ്ങോട്ടാണ് മനുഷ്യരാശിയുടെ പുരോഗമനം എന്നുള്ളത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഐഡിയൽ സ്റ്റേറ്റ്, യുദ്ധങ്ങളില്ലാത്ത, വെറുപ്പുകളില്ലാത്ത, ശാന്തി നിലനിർത്തുന്ന, സ്നേഹമുള്ള, എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാൻ, അവരുടെ ചോയ്സസ് ആരെയും വേദനിപ്പിക്കാതെ. നമ്മുടെ സ്വാമി നാരായണ ഗുരു പറഞ്ഞ പോലെ, അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം. നമ്മൾ സ്വയം നന്നാവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് നന്മ നൽകുന്ന രീതിയിലാവണം. അല്ലാതെ മറ്റുള്ളവർ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു നന്മയില്ല. നമ്മൾ ലോകത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള നന്മകളാണ് കാണുക. ബിസിനസ് സ്ഥാപനങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു, അതിൽ ലാഭം ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം കസ്റ്റമേഴ്സിനെ ഞങ്ങൾ സേവിക്കും എന്ന് ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ ഒരുപാട് ആൾക്കാർ അതിൽ വേദന അനുഭവിക്കുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നില്ല, അവർക്ക് സന്തോഷം നൽകുന്നില്ല. ഒരു ഗ്രൂപ്പ് ആൾക്കാരെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും, വളരെ ചെറിയൊരു ഫ്രാഗ്മെന്റ്. ഞാൻ കേട്ടിട്ടുണ്ട്, അന്നദാനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംസ്ഥകളുണ്ട്. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വളരെ വളരെ സ്ലേവിഷ് ആയിട്ടുള്ള മെന്റാലിറ്റിയാണ്. അവർക്ക് ആനുകൂല്യങ്ങളില്ല, അവർ രാവിലെ തൊട്ട് വൈകുന്നേരം പണിയെടുക്കുന്നു. അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് ഒരു സാധ്യതയില്ല, അവർക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ അതിന് സാധ്യത കൊടുക്കുന്നില്ല. ആരാണ് ഈ വർക്കെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ പേരും അയാളുടെ ഫോട്ടോ കൊടുക്കും. താഴെക്കിട ആൾക്കാരൊന്നും യാതൊരു വിധ റെക്കഗ്നിഷൻ ഇല്ല. അതാണ് അവരുള്ളിലൊരു വിഷമം. അത് അവർ പല രീതിയിലും പ്രകടമാക്കുന്നു. അപ്പൊ അങ്ങനെ ഐഡിയയിൽ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഐഡിയൽ ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഐഡിയലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് ചിലരെ ഫോളോ ചെയ്യും. നമുക്കൊരു വ്യക്തിത്വത്തിലൂടെ നമുക്ക് ഈ ഐഡിയൽസ് മനസ്സിലാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ വേണം. സിമ്പിൾസ് ഇല്ലാതെ മനുഷ്യന് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. ഭൂമിയുടെ ക്ഷമ, ആകാശത്തിന്റെ വിശാലത, മനസ്സ് കാറ്റിനെ പോലുള്ള ചഞ്ചലത എന്നെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഹിമാലയം പോലെ സ്ഥിരത. അപ്പൊ ഇത് തന്നെ മനുഷ്യരിലും നമ്മൾ കാണും. കാരണം മനുഷ്യനാവുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നു, അവരിൽ അഡ്വൈസ് ചോദിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവരെ നമ്മൾ ടീച്ചേഴ്സായിട്ട്, നമ്മളെ ഗുരുക്കന്മാരായിട്ട് കരുതുന്നു, ഗൈഡ്സ് ആയിട്ട് കരുതുന്നു. മഹാകവി വള്ളത്തോൾ എഴുതിയിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം അത് മഹാത്മാഗാന്ധിജീനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അത് ഐഡിയലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചില വരികളാണ്. ഒരു ഐഡിയൽ, അതാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാത് കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലും ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഇങ്ങനെ പോകുന്നു. ഒരുപാട് നന്മകളുടെ ഒരു പ്രതീകമാണ് എൻ്റെ ഗുരുനാഥൻ. ഞാൻ ആ പ്രതീകങ്ങളെ, ആ ക്വാളിറ്റീസിനെ, ആ സ്വഭാവ വിശേഷതകളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ എന്തിനാണ് ഐഡിയയിൽ ഫോളോ ചെയ്യുന്നത്? അതുപോലെ ആയിത്തീരാൻ. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലം, ഭഗവാൻ കൃഷ്ണന്റെ ധർമ്മരക്ഷോപായം, ഇങ്ങനെയുള്ള ഓരോ ക്വാളിറ്റീസ് നമ്മൾ എല്ലാവരിലും എല്ലാ ക്വാളിറ്റീസും ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. ഭഗവാൻ ശ്രീരാമന്റെ ആ ധർമ്മബോധം നമ്മൾ അത് അവലംബിച്ചിട്ട് നമ്മൾ അതുപോലെ ആയി തീരാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് നല്ലൊരു ക്രിക്കറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനെ നമ്മൾ ഫോളോ ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിനെ നമ്മുടെ ഗൈഡാക്കി വെച്ച് പഠിക്കും. ചിലപ്പോൾ അവരെക്കാളും ട്രാൻസെൻഡ് ചെയ്യും. ശിഷ്യൻ ഗുരുവിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന കഥകളാണ് ലോകം മുഴുവനുള്ളത്, എല്ലാ മേഖലകളിലും. അപ്പൊ ഈ ഐഡിയൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയലും ഇമ്പോർട്ടൻ്റ് ആണ്, വ്യക്തിയും ഇമ്പോർട്ടൻ്റ് ആണ്.
വ്യക്തി ഇല്ലാതെ ഒരു ഐഡിയലിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് സ്നേഹമില്ലായ്മ വരുന്നു. എനിക്ക് അവിടെ എത്തണം. പക്ഷെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ്? അദ്ദേഹം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കമ്പാഷൻ അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. രന്തിദേവന്റെ ദയാവായ്പ്, ബുദ്ധന്റെ അഹിംസ, ഇതൊക്കെ അവരുടെ ലോകത്തിനുള്ള പെരുമാറ്റമാണ്. ഉണർന്നിരിക്കുന്ന ഈ ലൈഫിൽ അവരെങ്ങനെയാണ് അവർ പെരുമാറുന്നത്, ആ പെരുമാറ്റം കാണുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനാണ്. അപ്പൊ സത്യസന്ധത എന്ന് പറയുമ്പോൾ ഹരിശ്ചന്ദ്രനെ കാണും. അപ്പൊ അങ്ങനെ നീങ്ങുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണാണ്. അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നു, ആ ഐഡിയയിൽ നമ്മൾ സ്വാംശീകരിക്കുന്നു, അവരെ എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ക്രമേണ ഈ ക്വാളിറ്റീസിൽ സഞ്ചരിച്ച് നമ്മൾ അബ്സല്യൂട്ട് ക്വാളിറ്റിയുടെ സ്നേഹത്തിലേക്ക് പോകും. നമ്മൾ എവിടെ തുടങ്ങിയാലും അവസാനിക്കുന്നത് അവിടെ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന സത്യസന്ധതയോട് കൂടി ആയിരിക്കും. നമ്മൾ ഫോളോ ചെയ്യുന്ന ഗൈഡ് അവരുടെ ഗൈഡിനെ ഫോളോ ചെയ്യുന്നു. അവരൊരിക്കലും പറയുന്നില്ല ഞാനാണ് ഗുരു എന്ന് പറയില്ല. അപ്പൊ മഹാത്മാഗാന്ധിജി ഒരിക്കലും പറഞ്ഞില്ല എന്നെ ഫോളോ ചെയ്യുക. അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുക ചെയ്തു, എന്നെ മഹാത്മാവ് എന്ന് വിളിക്കരുത്, ഗാന്ധിസം എന്നുള്ളൊരു ഇസം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് എല്ലാ മഹാത്മാക്കളും, എല്ലാ ഗുരുനാഥന്മാരും, ജീസസ് ക്രൈസ്റ്റ് ആയാലും ഭഗവാൻ ശ്രീകൃഷ്ണനായാലും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ, എവിടെ എത്തിയാലോ തിരിച്ച് വരേണ്ടി വരുന്നില്ല, അതാണ് എൻ്റെ പരംധാമം. നിങ്ങൾ അങ്ങോട്ടെത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യൂ, എൻ്റെ ഈ വഴി ഫോളോ ചെയ്യൂ. എന്നെ ഫോളോ ചെയ്യുന്ന പറയുമ്പോൾ അന്ന് ഭഗവാനായിരുന്നു ആ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ അങ്ങോട്ടാ പോകുന്നത്, എൻ്റെ പുറകെ വരും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഗൈഡ് നമ്മളോട് പെരുമാറുന്നത്. പക്ഷെ ആ ഐഡിയല് ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം, നമുക്ക് ഐഡിയലിന് മാത്രം മതി, ഐഡൽ വേണ്ട, അങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ട്. ഐഡിയൽ വേണ്ട, അപ്പൊ അവര് സ്നേഹമില്ലാതെ മാറും, അവർക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അവര് വിചാരിക്കുന്നു ഞങ്ങൾ ലോക നന്മയ്ക്കാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചില ഫാമിലീസിലെ കാണാം, ഭർത്താക്കന്മാര് ഭാര്യയോട് പറയണം ഞങ്ങൾ നിനക്കെല്ലാം തരുന്നില്ലേ, നീ എന്തുകൊണ്ട് ഇങ്ങനെ എതിർക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നുള്ള സിനിമയുണ്ട്, അതില് വിജയരാഘവൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ഭാര്യ സുകന്യ എന്നുള്ള ആക്ട്രസ് ആ തോന്നുന്നു. അപ്പൊ ഇദ്ദേഹം സുകന്യയോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് എല്ലാം തരുന്നില്ലേ, നിനക്ക് എന്താ വിഷമമുള്ളത്. സുകന്യക്ക് ഫ്രീഡം ഇല്ല, വീട്ടിലെല്ലാം സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുകന്യ പറയുന്നത് ഞാൻ കൂട്ടിൽ വളർത്തുന്ന ഒരു പക്ഷിയൊന്നുമല്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നിട്ട് ഡൈവോഴ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരാൾ നടത്തുന്നു വെച്ചിട്ട് അയാൾ നമ്മളെ സ്നേഹിക്കല്ല, നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. അവര് സ്വതന്ത്രനാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾക്ക് സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് ചോയ്സ്. സ്നേഹിക്കുന്ന ആള് ഫ്രീഡം കൊടുക്കുന്നു. ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുന്നു, നമ്മളതിനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ സ്വാതന്ത്ര്യം പോകും. അത് പറന്നിട്ട് അത് പൂക്കളിരിക്കുന്നു, അവിടെ പോകുന്നു, എല്ലായിടത്തും പോകുന്നു, അത് സന്തുഷ്ടമായിട്ടിരിക്കട്ടെ, അത് പിരിക്കുന്ന നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ സന്തോഷിക്കണം, നമ്മളും അതുപോലെ മറ്റുള്ളവർ വളരുമ്പോൾ സന്തോഷിക്കണം. ഈ ഒരു ആസ്പെക്റ്റ് ആണ് ഒരു ഐഡിയലിൽ കൂടെ ഒരു വ്യക്തിത്വത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നത്. ഇനി വ്യക്തി മാത്രം പ്രധാനമാണ്, ഐഡിയല് പ്രാധാന്യമല്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോഴാണ് ഐഡലാവുന്നത്, വിഗ്രഹങ്ങളാവുന്നത് മാറുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന പല സദ്ഗുണങ്ങളും ഒരാളിൽ ആരോപിച്ചിട്ട് അത് നമ്മൾ ഐഡലാക്കും. എന്നിട്ട് അദ്ദേഹത്തിനെ വാനോളം പുകഴ്ത്തുകയാണ്. അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ നമ്മൾ വളരെ ശക്തമായിട്ട് എതിർക്കും, വയലന്റ് ആവും. ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളായിരിക്കും. അവര് എന്തൊരു ചെറിയൊരു ക്രിറ്റിസിസം പറഞ്ഞാൽ അവരെ ആൾക്കാർ തമ്മിൽ അടിയായി, പ്രശ്നമായി. അങ്ങനെ ഒരാൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ സങ്കല്പങ്ങളാണ്. ഇവിടെ ലോകത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലൂടെ മാനിഫെസ്റ്റ് ചെയ്യില്ല. മാനിഫെസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നതാണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവരുടെ ആ ഒരു സത്യസന്ധത, അവരൊരിക്കലും പറയില്ല എന്റെ മാതിരിയായി ഇനി മുന്നോട്ട് പോകണ്ട, നിങ്ങൾ നന്നായി ഇനി വേണ്ട എന്ന് പറയില്ല. അങ്ങനെ പറയുന്നുണ്ട്, അത് ശരിക്കുള്ള ഒരു ഗുരുനാഥനല്ല, ശരിക്കുള്ള ഒരു ഗൈഡ് അല്ല. ഞാൻ മുന്നോട്ട് പോകുന്നു, നിങ്ങൾ എന്റെ പുറകെ വരും, ഞാൻ ഇവോൾവ് ചെയ്യുന്നു, നിങ്ങളും ഇവോൾവ് ചെയ്യും. അപ്പൊ ഈ ഐഡലൈസ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ലോകത്തിൽ ഇതൊരു പ്രശ്നമാണ്. നമുക്ക് ഐഡിയൽസ് അല്ല കൂടുതൽ, ഐഡൽസ് ആണ് കൂടുതൽ. പിന്നെ നമ്മളുടെ മുമ്പിൽ ആ ഐഡല് വിചാരിച്ചത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡലിനെ തല്ലിപ്പൊട്ടിക്കുന്നു, നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യും, അയാളെ ഉപദ്രവിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഐഡലല്ല. ഇപ്പൊ മഹാത്മാഗാന്ധിജിയുടെ ജീവിതം നോക്കിയാലല്ല, ഗാന്ധിജീനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തിനെ ഐഡലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അദ്ദേഹം ഒരിക്കലും ഐഡലൈസ് ചെയ്യേണ്ട ഒരാളല്ല. അങ്ങനെ ഒരു ഗുരുനാഥനും അങ്ങനെയല്ല. അവർ പറഞ്ഞില്ല എനിക്ക് കുറവുകളില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങള് ഞാൻ ശ്രമിക്കുന്നത് അത് കണ്ട് മനസ്സിലാക്കും, ഞാൻ ആ വഴി പിന്തുടരുകയാണ്, ഞാൻ നന്നാവാൻ ശ്രമിച്ചോണ്ട് നിങ്ങൾ നന്നാവാൻ ശ്രമിക്കുന്നതാണ് അവർ പറയുന്നത്. നമ്മൾ ഐഡലാക്കണം. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു ഗൈഡിനെ ഒരു ഐഡലാക്കരുത്, ഒരു ആദർശത്തിന് നമ്മൾ ഐഡൽ മാത്രമായി ചുരുക്കരുത്. ഐഡൽ വേണം,
പക്ഷെ അത് ഐഡിയലിനെ കാണിക്കുന്നതായിരിക്കണം. അപ്പൊ നമ്മൾ വിഗ്രഹങ്ങളെ നമ്മൾ ആദരിക്കുന്നത്, വർഷിപ്പ് ചെയ്യുന്നത്, ആ വിഗ്രഹം റെപ്രസെന്റ് ചെയ്യുന്ന ആ ക്വാളിറ്റീനെ മനസ്സിലാക്കാൻ, അത് സ്വാംശീകരിക്കാനാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവേണ്ട ആവശ്യം. നമ്മൾ അവിടെ ചെല്ലുന്നു, കൂടുതൽ കൂടുതൽ സ്വാർത്ഥത വരുന്നു. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, എൻ്റെ കാര്യം മാത്രം നോക്കുക, ക്യൂവില് ഇടിച്ചു കയറുക, മറ്റുള്ളവരുടെ കാര്യം നോക്കാണ്ടിരിക്കുക, സ്വാർത്ഥമായിട്ട് പെരുമാറുക. അപ്പൊ നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത്? എന്തിനാണ് അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത്? നമ്മൾ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വരാറ്. കാരണം ഈ ഐഡിയല് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഐഡലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരാളെ വേഗം പിടിച്ചിട്ട് ഐഡലൈസ് ചെയ്യുക, അയാളുടെ മാതിരി എനിക്ക് ആവാൻ പറ്റില്ല, അയാൾ ദൈവമായി മാറുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാവണം. എഡ്യൂക്കേഷനിൽ ഐഡിയലിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയൽ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിത്വവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഒരേപോലെ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.